സാമ്രാജ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, സാമ്രാജ്യത്തിന് വേണ്ടി അവർ ഭരണം മാറി മാറി നടത്തിക്കൊണ്ടിരിക്കുമ്പോ, അവസരവാദ രാഷ്ട്രീയവും അധികാര രാഷ്ട്രീയത്തിലും മാത്രം അവരുടെ അജണ്ടകളും മുദ്രാവാക്യങ്ങളും പ്രമേയങ്ങളും സമ്മേളനങ്ങളും സൃഷ്ടിക്കപ്പെടുമ്പോ, ഇതാ ഇവിടെ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഒരു ജനപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ ഉയർന്നു വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രാന്തവൽക്കരണ സമൂഹങ്ങൾ ഉയർത്തിവിട്ട, പാർശ്വവൽക്കരണ സമൂഹങ്ങൾ ഉയർത്തിവിട്ട ആ കൊച്ചു കൊച്ചു മുദ്രാവാക്യങ്ങളും ആ കൊച്ചു കൊച്ചു ഒരുമയും ആ കൊച്ചു കൊച്ചു കൂട്ടങ്ങളുമുണ്ടല്ലോ, ആ കൊച്ചു സംഘങ്ങൾ സൃഷ്ടിക്കുന്ന കേരളത്തിന്റെ കൃത്യമായ രാഷ്ട്രീയാവബോധത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപക്ഷ രാഷ്ട്രീയമുണ്ട്. ആ ജനപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാകണമെന്നാണ് വിശേഷിച്ചും എന്റെ പ്രഭാഷണം ശ്രമിക്കുന്ന യുവാക്കളോട് വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്വത്വബോധം പണയം വെക്കാൻ തയ്യാറില്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യബോധമുണ്ടെങ്കിൽ, നിങ്ങൾ ആരുടെയും മുമ്പിൽ നിങ്ങളുടെ വിപ്ലവബോധത്തെയും സ്വാതന്ത്ര്യബോധത്തെയും പണയം വെക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇത്തിരിയെങ്കിലും നിങ്ങൾക്ക് ഇച്ഛാശക്തിയുണ്ടെങ്കിൽ, നിങ്ങൾ പിറന്നു വീണ ഈ ഭൂമിക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ ദുരന്തം പേറുന്ന പാവപ്പെട്ടവന്റെ പക്ഷത്തു നിന്നുകൊണ്ട് അവന് വേണ്ടി ശബ്ദിക്കണമെന്ന് ഒച്ചവെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതാ നിങ്ങൾക്കിനി കേരളത്തിൽ ഒരേ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. അത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഒരുക്കി വെച്ച സ്പേസാണ്. നിങ്ങൾ അങ്ങോട്ട് കടന്നു വരണം. സോളിഡാരിറ്റി മണ്ണിന് വേണ്ടി, മനുഷ്യന് വേണ്ടി, വികസനത്തിന് ഒരു തിരുത്തെന്ന് പറയുന്ന മണ്ണിനും മനുഷ്യനും വേണ്ടി വികസനത്തിന് ഒരു തിരുത്ത് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ 1ാം സംസ്ഥാന സമ്മേളനം പാലക്കാട് പ്രഖ്യാപിച്ചപ്പോ ഞങ്ങൾ കേരളീയ സമൂഹത്തിന് 2 സമ്മാനങ്ങൾ കൊടുത്തിരുന്നു. ഒന്ന് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ശ്രദ്ധേയമായ പ്രമേയം തന്നെയായിരുന്നു. രണ്ടാമത് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പ്രഖ്യാപിച്ചു, പാലക്കാട് സമ്മേളനം നടത്തുന്നുവെങ്കിൽ പാലക്കാട് ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന വീടില്ലാത്ത പാവപ്പെട്ട 100 കുടുംബങ്ങൾക്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് വീട് വെച്ചു കൊടുക്കുമെന്ന്. എങ്ങനെയാണ് വീട് വെച്ചു കൊടുക്കുക? 25,000 രൂപ ഞങ്ങളുടെ കൈവശം തരിക, ഞങ്ങൾ വീട് നിർമ്മിച്ചു കൊടുക്കും. 25,000 രൂപ കൊണ്ട് എങ്ങനെയാണ് സോളിഡാരിറ്റി വീട് നിർമ്മിച്ചു കൊടുക്കുക? 25,000 രൂപ കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ പണിയെടുത്തുകൊണ്ട് നിർമ്മിച്ചു കൊടുക്കും. ഞങ്ങളുടെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഞങ്ങളുടെ പ്രവർത്തകരായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരുടെ കൂട്ടത്തിൽ സൈക്കിൾ റിക്ഷ ഓട്ടുന്നവരുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റുയർന്ന ഉദ്യോഗങ്ങളിലുമൊക്കെ ഉള്ളവർ ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ മീൻ കച്ചവടക്കാരുണ്ട്, മുക്കുവന്മാരുണ്ട്. ഇപ്പോൾ ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, സോളിഡാരിറ്റിക്ക് ആദിവാസി യൂണിറ്റ് തന്നെ മകളിൽ ആദിവാസികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, ഈ ആളുകളാണ് പാവപ്പെട്ടവരും സമ്പന്നരും ഉന്നത ഉദ്യോഗസ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇവർ ചേർന്നുകൊണ്ടായിരുന്നു പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തത്. ഞങ്ങൾ പ്രഖ്യാപിച്ചത് 100 വീടായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തുള്ള നല്ലവരായ ആളുകൾ ഞങ്ങളോട് സഹകരിച്ചപ്പോ ഞങ്ങൾക്ക് 400 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു. ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകളിൽ ഞങ്ങളുടെ പ്രവർത്തകർ തന്നെ വീടിന് വേണ്ടി തറയെടുക്കുന്നത് കണ്ടപ്പോ, ഞങ്ങളുടെ പ്രവർത്തകർ തന്നെ ഓട് ചുമക്കുന്നത് കണ്ടപ്പോ, ഞങ്ങളുടെ പ്രവർത്തകർ തന്നെ കല്ല് പടവ് നടത്തുന്നത് കണ്ടപ്പോ, സിമന്റും മണലും കൂട്ടിച്ചേർക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകർ തന്നെയാണെന്ന് കണ്ടപ്പോ ആവേശപൂർവ്വം പരിസര പ്രദേശത്തുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ ചേരുകയായിരുന്നു. അവർ പലരും ഞങ്ങൾക്ക് ഓട് കൊണ്ടുവന്ന് തന്നു, അവർ പലരും ഞങ്ങൾക്ക് മരം കൊണ്ടുവന്ന് തന്നു, വേറെ ചിലർ ഞങ്ങൾക്ക് കല്ല് കൊണ്ടുവന്ന് തന്നു. വേറെ കുറെ ആളുകൾ ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിച്ചു. അപ്പോൾ 100 വീട് പ്രഖ്യാപിച്ചത് 400 വീടുകളായിട്ട് വളർന്നു. അങ്ങനെ കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലുമായി 400 വീടുകൾ നിർമ്മിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വന്നു. ഞങ്ങൾക്ക് വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുന്നുണ്ടായ പ്രതികരണങ്ങളിലൂടെ 433 വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തു. ഈ കഴിഞ്ഞ നവംബറോടുകൂടി 1 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ 433 വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തപ്പോ, വീട് നിർമ്മിച്ച അഹങ്കാരമല്ല ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്കിലൂടെ ഒരു സന്ദേശം കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചു. നമ്മുടെ ചെറുപ്പക്കാരുടെ യുവത്വം മദ്യശാലയിൽ കൊണ്ടുപോയി തുലയ്ക്കാൻ പാടില്ല. നമ്മുടെ ചെറുപ്പക്കാരുടെ യുവത്വം ലൈംഗിക ആഭാസങ്ങളിൽ കൊണ്ടുപോയി തളക്കാൻ പാടില്ല. നമ്മുടെ ചെറുപ്പക്കാരുടെ യുവത്വം ഇവിടെയുള്ള ശാക്തീകരിക്കപ്പെട്ട അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഹിന്ദുവാദം വിളിക്കാൻ വേണ്ടി നശിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ചെറുപ്പക്കാരുടെ യുവത്വം നമ്മുടെ നാടിന് വേണ്ടി വിനിയോഗിക്കണം, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. വിശേഷിച്ച് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സേവന പ്രവർത്തനങ്ങൾ വീഴണം. അതുകൊണ്ട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് സേവനം പോരാട്ടമാണ്, ഞങ്ങൾക്ക് പോരാട്ടം സേവനമാണ്. സമരരംഗത്തും സേവന രംഗത്തും ഒരേപോലെ ഇടപെട്ടുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് 3 വർഷം ചെയ്ത പ്രവർത്തനങ്ങൾ അതായിരുന്നു. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്,
ഞങ്ങളതിന്റെ ജില്ലാ സമ്മേളനം നടത്തുമ്പോ നേരത്തെ 2 സമ്മാനങ്ങൾ കേരളത്തിന് കൊടുത്തുവെങ്കിൽ ഇപ്പോൾ സുന്ദരമായ ഒരു പ്രമേയം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. നീതിക്ക് നിലനിൽക്കുന്ന യുവതയുടെ സമരസാക്ഷ്യം. ഈ പ്രമേയം ഞങ്ങളിതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ്. അതുകൊണ്ട് പ്രിയമുള്ള ചെറുപ്പക്കാരെ, പ്രിയമുള്ള യുവാക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പതിയുണ്ടോ, നാടിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ചേരാൻ ഇന്ന് കേരളത്തിൽ ഒരൊറ്റ പ്രസ്ഥാനമേ ഉള്ളൂ. അത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണ്. ഇവിടെ അങ്ങോട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ കൊച്ചു കൊച്ചു സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിവാസി മേഖലകളിൽ ആദിവാസി സമ്മേളനങ്ങളും